പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം നമ്മുടെ കുടുംബങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. കുടുംബം ഒരു ദേവാലയം എന്നാണ്. കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാണെന്നാണ് നാം എല്ലാം പറയുന്നത്. ഇമ്പമുണ്ടാകണമെങ്കിൽ അവിടെ ഒരു ഇമ്പമുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാകണം. അതിന് ഇമ്പമുണ്ടാകണമെങ്കിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ആരിലാണ് നാം വിശ്വസിക്കേണ്ടതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നാം വിശ്വസിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ലോകത്തിലല്ല, നമ്മുടെ ശക്തിയിലല്ല, നമ്മുടെ ബുദ്ധിയിലല്ല, നമ്മളിലല്ല ആശ്രയിക്കേണ്ടത്. നമ്മൾ കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ, അപ്പോസ്തല പ്രവർത്തനം 16:31 പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഞാൻ വിശ്വസിക്കുമ്പോൾ, എന്റെ കുടുംബത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാനും എന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാണ് കർത്താവിന്റെ വാഗ്ദാനം, ഇതാണ് കർത്താവിന്റെ ഉറപ്പ്, ഇതാണ് കർത്താവ് തരുന്ന ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് തരുന്ന വലിയ പ്രത്യാശ. ഈ പ്രത്യാശ തരുന്നത് യേശു ക്രിസ്തു മാത്രമാണ്. ലോകത്തിലെ ഏക രക്ഷകനായ യേശു ക്രിസ്തു നിനക്ക് പ്രദാനം ചെയ്യുന്നു സമാധാനവും സന്തോഷവും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിന്റെ കുടുംബത്തിൽ നീ രക്ഷ പ്രാപിക്കും. നീ വേറെങ്ങും രക്ഷ പ്രാപിക്കാൻ പോകണ്ട. നീ കുരിശിൽ മരിച്ചവനെ ആശ്രയിക്കുമ്പോൾ നിനക്ക് രക്ഷ നൽകുന്നു. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 11:40 നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദൈവം തമ്പുരാൻ പറയുന്നു, നീ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. ആ രക്ഷ പ്രാപിക്കുന്നതിന് ഈശോയെ, എന്റെ കുടുംബത്തിൽ എന്നിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും എടുത്തു മാറ്റി എന്നെയും എന്റെ കുടുംബത്തെയും അവിടുന്ന് വിശ്വാസത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. അബ്രഹാമിന് വിശ്വാസത്തിന്റെ തൈലം പൂശിയ ദൈവമേ, അവിടുന്ന് വിശ്വാസികളുടെ പിതാവായി ഉയർത്തിയ ദൈവമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ യുവതി യുവാക്കളെയും വിശ്വാസം എന്ന പുണ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കട്ടെ. വിശ്വാസത്തിന്റെ പുണ്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളിൽ നിറഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.